ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നാളെ നമ്മൾ ഫ്രീ ഫയർ OB54 പാച്ച് അപ്ഡേറ്റ് നടക്കാൻ പോകുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണ് പാച്ച് അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാച്ച് അപ്ഡേറ്റ് ഇനി കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇനി ഫ്രീ ഫയർ കളിക്കാൻ പറ്റുക, അങ്ങനെ പല തരത്തിലുള്ള ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഡേറ്റും ടൈമും അതുപോലെ തന്നെ നമ്മളെ FFലേക്ക് നാളെ പാച്ച് അപ്ഡേറ്റിലോട്ട് ന്യൂ ആയിട്ട് വരാമെന്ന കിടിലം കിടല ചേഞ്ചുകളെ കുറിച്ചും നമ്മൾ ഈ വീഡിയോ ആയി നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറേ ദിവസമായിട്ട് നമ്മൾ രണ്ട് ചാനലും മെയിനായിട്ട് വരുന്നൊരു കമൻറ്റാണ് നമ്മൾ ഓൾഡ് പീക്കിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ആലോചിക്കുന്ന കാരണം തന്നെയൊക്കെ നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ ഓൾഡ് പീക്ക് നമ്മൾ FFലേക്ക് തിരിച്ചു വരുമോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് വീഡിയോ ആയി നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ടും കുറേ അധികം അപ്ഡേറ്റ് നോക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം കാരണം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തന്നെ നമ്മുടെ രണ്ട് ചാനലുള്ള കൂട്ടം എല്ലാവർക്കും അറിയിക്കാറ് നമ്മളെ ഗെയിമിംഗ് വിത്ത് മലയാളി ബ്രോ എന്ന ഈ ചാനലും നെക്സ്റ്റ് ആയിട്ട് നമ്മളെ മലയാളി ബ്രോ എന്ന ഒറിജിനൽ ചാനലിടില്ല. അപ്പോൾ ആ രണ്ട് ചാനൽ കുറച്ച് നാളായിട്ട് നമ്മൾ റെഡീം കോഡ് ഗിവ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡീം കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോയിലൂടെ തന്നെ കോഡ് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ 3 റെഡീം കോഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ റെഡീം കോഡ് ഉണ്ട്, എത്രയാണ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെ ഭാഗത്തായിട്ടാണ് റെഡീം കോഡ് ആഡ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ കുറേ ആൾക്കാർ റെഡീം കോഡ് കണ്ടില്ല എന്ന് പോലും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ റെഡീം കോഡ് ആയിട്ടുള്ള നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ മുകളിൽ കേട്ടോ ഞാൻ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ റെഡീം കോഡ് നോക്കുകയാണ് ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വളരെയധികം ട്രിക്കി ആയിട്ടൊക്കെ റെഡീം കോഡ് ആഡ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ വീഡിയോ നേരെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കൊക്കെ റെഡീം കോഡ് കിട്ടാനാണ് ചാൻസ് ഉള്ളത്. റെഡീം കോഡ് കിട്ടുന്ന സ്പോട്ടിൽ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് റെഡീം ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡീം കോഡ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് 1 അല്ല 2 അല്ല 3 അല്ല 4 റെഡീം കോഡ് കേട്ടോ. അപ്പോൾ റെഡീം കോഡ് കിട്ടാൻ വേണ്ടി ന്യൂ പ്ലേസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാനലിലുള്ളവർക്കൊക്കെ അറിയിക്കാരം. അപ്പോൾ റെഡീം കോഡ് കിട്ടാണ്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. വീഡിയോൻ്റെ പല ഭാഗത്തായിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ക്ലിപ്പിൽ കാണിച്ചില്ല, അതേപോലെ തന്നെ കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ കോഡ് കിട്ടുന്ന സ്പോട്ടിൽ തന്നെ റെഡീം ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ റെഡീം കിട്ടാത്തവർ ഒരിക്കലും സാഡാവൊന്നും വേണ്ട കേട്ടോ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും റെഡീം കോഡ് കിട്ടും. റെഡീം കോഡിൻ്റെ എണ്ണം കൂട്ടും നമ്മുടെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച്. അപ്പോൾ റെഡീം കോഡ് തുടർന്ന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ എല്ലാവരും ഈ മാക്സിമം പവർ ആക്കുക. അതുപോലെ നമ്മുടെ ചാനൽ 100Kയിലേക്കാണ് പോകുന്നത്. 100K ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ബിഗ്ഗസ്റ്റ് ആല ഗിവ് ആണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ റെഡീം കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാരണം നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊടുക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതിന് നിങ്ങളൊരു 800ലേക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആയിട്ട് ഈ ചാനലിന് വീഡിയോ വരാം മറ്റന്നാൾ ആക്കാരം. ഓക്കെ, ഒരു ദിവസം കഴിഞ്ഞിട്ടാക്കാരം വീഡിയോ വരാം. അപ്പോഴേക്കൊരു 800ലേക്ക് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലേക്ക് കുറവാണെങ്കിൽ എന്തായാലും റെഡീം കോഡ് ഉണ്ടാവില്ല. അപ്പോൾ ലേക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്, റെഡീം കോഡിൻ്റെ എണ്ണം കൂടും, എമൗണ്ടും കൂടും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇവൻറ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് എന്താണ് വരാൻ പോകുന്നത് ഏകദേശം എല്ലാവർക്കും അറിയിക്കാരം. നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും അറിയിക്കാരം. നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒരു കിഡിലൊരു യൂണിവേഴ്സ് റിംഗ് ഇവൻറ്റ് വരുന്നുണ്ട്. അത് ബണ്ടിലൊക്കെ നോക്കുക ഒരു രക്ഷയില്ല കേട്ടോ, കിഡിലൻ ബണ്ടിലാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറിൻ്റെ ഫ്രീ ഇവൻറ്റ് നമുക്ക് നാളെ ഏകദേശം ഒരു 10 മണിയാവുന്ന രാവിലെ 10 മണിയാവുന്ന ടൈമിൽ സ്റ്റാർട്ട് ആവും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വരാൻ പോകുന്ന ഫ്രീ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ടോക്കൺസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്റ്റോണ് പോലെ ടോക്കൺസ് ആണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക, ഡെയിലി ടാസ്കുകൾ ലോഗിൻ ചെയ്യുക, അതുപോലെ പ്ലേ ചെയ്യുക, ഫ്രണ്ടിൻ്റെ കൂടെ പ്ലേ ചെയ്യുക, അങ്ങനെ ചെറിയ മിഷൻസ് ഉണ്ടാകും. മിഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അതുവഴിയാണ് നമുക്ക് മെയിനായിട്ട് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ എങ്ങനെ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിലായി കാരണം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവൻറ്റ് എന്തൊക്കെ റിവാർഡ്സാണ് കിട്ടാൻ പോകുന്നത് നോക്കുക. ആദ്യം നമുക്കൊരു കിഡിലനാല ബണ്ടിൽ കേട്ടോ, ഒരു ബെസ്റ്റ് ബണ്ടിലിനെ പറയാൻ പറ്റും. ഒരു ഇവോ ബണ്ടിലേക്ക് ടച്ച് ചെയ്ത് എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കിഡിലെ ബണ്ടിലും മെയിൽ ബണ്ടിലും പറയുമ്പോൾ പിന്നെ രക്ഷയില്ല, അടിപൊളി ബണ്ടിൽ കേട്ടോ. അപ്പോൾ ഈ ബണ്ടിലാണ് നമുക്ക് ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഐറ്റം നോക്കാൻ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഒരു പാൻ സ്കിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, എഫക്റ്റൊക്കെ ഒരു പാൻ സ്കിന്ന് കിട്ടുന്നുണ്ട്. അത് നമുക്ക് 9th ആനിവേഴ്സറി സ്പെഷ്യൽ ആയാലും ഒരു പാരച്യൂട്ടിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു കിഡ്ലോസ്റ്റ് ആയാലും ഒരു കാർ സ്കിൻ കിട്ടും. ഒരു രക്ഷയില്ല, ഒരു
അടിപൊളിയായ ഐറ്റം പറയാൻ പറ്റും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു F1 കാർ പോലെ ഒരു സ്കിൻ കിട്ടും, അടിപൊളി ഐറ്റാണ്. അതും കളക്ട് ചെയ്യാൻ നെക്സ്റ്റ് ആയിട്ട് ഗ്രനേഡ് സ്കിന്ന് വരുന്നുണ്ട്, അപ്പോൾ അതും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ബാഗ് സ്കിന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പാരഫലിൻ്റെ ഒരു ഗൺ സ്കിന്ന് കിട്ടുന്നുണ്ട്. ആട്രിബ്യൂട്ട് കിട്ടിയില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മാജിക് ക്യൂബായിട്ട് അങ്ങനെ കുറച്ച് റിവാർഡ്സ് കൂടി ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നാളെ വരാവുന്ന മെയിൻ ആയൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂ ആയിട്ടുള്ള ഗോൾഡ് വാട്ട് ഇവൻ്റ് കൂടിയും വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിലൂടെ നമുക്ക് ന്യൂ ആയ ബണ്ടിൽസ് ആയിട്ടും ഗൺ സ്കിനൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ബണ്ടിൽ ഇതുപോലെയാണ് കാണാൻ പറ്റിയ ബണ്ടിൽ നല്ല മാരക ലുക്കാട്ടോ, അടിപൊളി ബണ്ടിലാണ്. അതുപോലെ നമുക്കൊരു ഗ്രോസൻ്റെ സ്കിന്നാണ് ഇതിൽ മെയിനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ബണ്ടിലും ഒരു ഗ്രോസൻ്റെ സ്കിന്നാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ റാൻഡം ആയിട്ടും കുറേ അധികം ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇത് കൂടാതെ നമുക്ക് ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റ് ആയിട്ടും അതുപോലെ തന്നെ കുറേ അധികം ചേഞ്ചുകൾ നമുക്ക് ആനിവേഴ്സറി കൂടി അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം ചേഞ്ചുകൾ നമുക്ക് നാളെ ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂ ആയ മാജിക് ക്യൂബ് ബണ്ടിൽസ് ആയിട്ട് അങ്ങനെ കുറേ അധികം ചേഞ്ചുകൾ ഉണ്ടാവും കേട്ടോ. നമുക്ക് ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ചൊന്നും ഇന്ന് നോക്കുകയാണെങ്കിൽ യാതൊരു സൂചനയും വന്നിട്ടില്ല കേട്ടോ, എന്തെങ്കിലും അവസ്ഥ എന്ന് പറയാൻ പറ്റും. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നു പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ നമുക്ക് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഉള്ള സെക്കൻഡ് ചാനലിന് നെക്സ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റൊക്കെ ആയിട്ട് ചെയ്യാം, പറ്റുമെന്ന് അറിയില്ല, എന്തായാലും കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പാച്ച് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പാച്ച് അപ്ഡേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് നമുക്ക് വളരെ ഷോർട്ടായ പാച്ച് അപ്ഡേറ്റാണ് നമ്മൾ ഫ്രീ ഫയർ നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നേരമൊന്നും കളിക്കാതെ ഇരിക്കേണ്ട ആവശ്യം വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് നാളെ ഒരു 9 മണി ഒരു 9-ന്റെ ടൈമിൽ തന്നെ നമുക്ക് പാച്ച് അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ആയിട്ട് ഒരു 11 മണി മാക്സിമം ഒരു 11 മണിക്കുള്ളിൽ തന്നെ നമുക്ക് ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ നാളെ അപ്ഡേറ്റിൻ്റെ ടൈം ആവുകൊണ്ട് തന്നെ കുറച്ച് നെറ്റൊക്കെ നിങ്ങൾ സേവ് ചെയ്യാൻ നോക്കുക. റീലും കാലം കണ്ടുകൊണ്ട് നെറ്റ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ. ആരും പേടിക്കേണ്ട, ഷോർട്ടായിട്ടുള്ള ഒരു പാച്ച് അപ്ഡേറ്റ് ആക്കാൻ കേട്ടോ. നെക്സ്റ്റ് ആയി നമ്മൾ ഫ്രീ ഫയർക്ക് മെയിനായിട്ട് വരാമെന്ന കുറച്ച് ചേഞ്ചുകൾ നോക്കുക. തന്നെ വരാൻ പോകുന്ന ചേഞ്ചുകൾ നോക്കുക. നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായ ചേഞ്ചുകളാട്ടോ. അപ്പം ന്യൂ ആയിട്ട് കുറേ അധികം തിങ്സാണ് നമ്മുടെ FF വരാൻ പോകുന്നത്. കുറേ അധികം മാറ്റങ്ങൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ ഫാക്ടറിക്ക് നമുക്ക് ന്യൂ ആയ മോഡലാണ് കാണാൻ പറ്റും. ഇപ്പോൾ ഫാക്ടറിക്ക് പഴയ സ്ഥിതിക്ക് കാണാൻ വേണ്ടി ഇനിയും കുറേ നാൾ നമ്മൾ കാത്തിരിക്കേണ്ടതിനും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ അധികം ലൂട്ട് കിട്ടുന്ന കുറേ അധികം സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ലൂട്ട് കിട്ടുന്ന കുറേ അധികം സെക്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നോക്കുക. നമ്മുടെ ഫ്രണ്ട്സിനെ നെക്സ്റ്റ് ആയിട്ട് റിവൈവ് ചെയ്യേണ്ടി ഒരു ടോക്കൺ പോലും നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഡെഡായി പോയ ഫ്രണ്ടിന് പിന്നീട് നമ്മൾ ലൂട്ടും കാലം എടുക്കാനും ബുദ്ധിമുട്ടില്ല. എന്താ വെച്ചാൽ അവരുടെ ലൂട്ടിൽ പോയി കൊണ്ട് നമ്മളെ ഫ്രണ്ട്സിനെ റിവൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന പോലെ തന്നെ ലൂട്ടിൻ്റെ അടുത്ത് പോകുന്ന ടൈമിൽ റിവൈവ് ബട്ടൺ ഉണ്ടാവും. ആ സെക്കൻഡ് കഴിഞ്ഞ ടൈമിൽ തന്നെ ആ ലൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ പ്ലെയർ നമ്മുടെ ഫ്രണ്ട് റിവൈവ് ആയിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഗ്രനേഡ് സ്കിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഗ്രനേഡ് വരുന്നുണ്ട്. അത് ഗ്രനേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് FF കോയിന് കിട്ടും. അതിൻ്റെ അകത്ത് നമ്മളെ ടീമേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് FF കോയിന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മളെ ക്യാരക്ടർ സ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരാൻ പോവാണ്. പവറിൽ നമുക്ക് പവർ കുറച്ചുള്ള ക്യാരക്ടർ നോക്കാം. നമ്മൾ ഓസ്കാർ ക്യാരക്ടറിൻ്റെ പവർ കുറച്ചിട്ടുണ്ട്. നമ്മൾ നീറോ ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്മുടെ മാറോ ക്യാരക്ടർ, നികിത ക്യാരക്ടർ, അതിൻ്റെയൊക്കെ പവർ കുറച്ചിട്ടുണ്ട്. പവർ കൂട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ 2 ക്യാരക്ടറിൻ്റെ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം നമ്മൾ MB40 കുറേ ആളുകൾ ശേഷമായിട്ട് നല്ല രീതിയിൽ പവർ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ കണ്ണിന് പവർ കൂട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ടാഗ് പോലെ നമ്മുടെ സ്ഥലങ്ങളുണ്ടല്ലോ മാപ്പിലുള്ള നമ്മൾ മില്ലായിക്കോട്ടെ പീക്കായിട്ട് എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ടാഗായിട്ട് കാണിച്ചു തരും കേട്ടോ. ഏതാണ് സ്ഥലം എന്നൊക്കെ കാണിച്ചു തരും. ഓക്കെ, കുറച്ച് കുഴപ്പമില്ല, നമുക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടാകുന്നത് കുറച്ചുകൂടി ഒരു സംഭവം പോലെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മാച്ച് ഹിസ്റ്ററി നെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ മാച്ച് ഹിസ്റ്ററി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ മാച്ചിൽ കാണിച്ചു, നമ്മൾ പ്ലേ ചെയ്ത ഗെയിമിൻ്റെ മാച്ച് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഏതൊക്കെ എനിമിനെ ഫിനിഷ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ റൂട്ടിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് നോക്കണം, നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ നിങ്ങൾ റാങ്ക് പുഷിങ്ങിനൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡുവൽ ക്യാരക്ടർ സ്കില്ല് വരാൻ പോകണം. നമ്മൾ ഫ്രീ ഫയർ മെയിൻ ആയ കുറച്ച് ക്യാരക്ടറിന് ഡുവൽ ക്യാരക്ടർ സ്കില്ല് വരാൻ പോകണം. അതും കിഡിലനായ സ്കില്ലൊക്കെ വരാൻ പോകുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടർ സ്കില്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ ഡീറ്റെയിലായ വീഡിയോ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് ദിവസമല്ല 2 ആഴ്ചയൊക്കെ ആയി തോന്നുന്നുണ്ട്, ഈ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് എന്തായാലും കാണാം കേട്ടോ. വളരെയധികം കിഡിലനായ പവറുകളാണ്. അതും മെയിൻ ആയ ക്യാരക്ടേഴ്സിനാണ് അങ്ങനെ പവറും വരാൻ പോകുന്നത്. നമ്മൾ കാണാത്ത പവർ വരെ കുറേ ക്യാരക്ടറിനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ഫയറിൽ കുറച്ച് ഗണ്ണുകൾക്ക് ന്യൂ ആയിട്ടൊരു ചിപ്പ് വരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചിപ്പ് കണ്ടാൽ പക്ഷേ ഇത് അപ്ഗ്രേഡ് ചിപ്പ് അല്ല, നമുക്ക് ആർസൻ്റെ അകത്തു നിന്നാണ് ഈ ചിപ്പ് കിട്ടാൻ പോകുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 9th ആനിവേഴ്സറിൻ്റെ സിമ്പിളൊക്കെ ആയ ചിപ്പ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗണ്ണുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും.
നമുക്ക് നോക്കണമെങ്കിൽ AK അതുപോലെ നമ്മൾ M40 ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. കുറച്ച് ഗണ്ണുകൾ കേട്ടോ, സ്നൈപ്പറൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അതുപോലെ നമുക്ക് മാഗും കാണാൻ പറ്റും. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആട്രിബ്യൂട്ടിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറച്ചൊരു പവർ കൂടുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് CS ഇതേ സംഭവം വരുന്നുണ്ട്. CS അതുകൂടാതെ കുറേ അധികം പവറുകൾ വരുന്നുണ്ട്. സ്പെഷ്യലായ ബഫും കാലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ഫയറിൽ നമ്മുടെ പ്രൊഫൈൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇനി ന്യൂ ആയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ആയിക്കോട്ടെ, അത് നമ്മുടെ ടിക്ടോക്ക് ആയിക്കോട്ടെ, നമ്മുടെ FB ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, അതിനൊക്കെ ID കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വളരെയധികം കിഡിലനാല് ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, വരൂല അറിയില്ല, വരാനാണ് ചാൻസ് ഉള്ളത് കേട്ടോ. നമ്മളിതിൽ പറഞ്ഞ പല അപ്ഡേറ്റും ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ എല്ലാതും വരും. പക്ഷേ ഇതിൻ്റെ കാര്യം നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറേ അധികം ചേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ നോക്കുന്നില്ല. വീഡിയോ വളരെയധികം ലെങ്ത് ആയിട്ടുണ്ട്. ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ ചെയ്യണമെങ്കിൽ വിചാരിച്ചിട്ടുണ്ട്, ടൈം കിട്ടിയില്ല. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ ആയ കണ്ടന്റിലേക്ക് തന്നെ പോവാം കേട്ടോ. നമ്മൾ ഫ്രീ ഫയറിലൊക്കെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ ഓൾഡ് പീക്ക് വരുമെന്ന് കുറേ നാളായിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അവസാനം നമുക്കിപ്പോൾ നോക്കുകയാണ്, നാളെ പാച്ച് അപ്ഡേറ്റ് എത്താനായിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല അപ്ഡേറ്റ് ഒന്നുമല്ലേ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൾഡ് പീക്ക് നമുക്ക് ഈ പ്രാവശ്യം ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് വരാനൊന്നും സാധ്യത കാണുന്നില്ല. കാരണം വെച്ചാൽ മെയിൻ നല്ല സൂചന നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മുമ്പായിട്ട് നമുക്ക് ഒരാഴ്ച മുമ്പ് നമുക്ക് ആനിവേഴ്സറിൻ്റെ ഒരു ട്രെയിലർ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് ആയ ചേഞ്ചുകളെ കുറിച്ചൊക്കെ ആ വീഡിയോ ക്ലിപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ബിഗ്ഗസ്റ്റ് ആയൊരു ചേഞ്ചൊക്കെ വരാണെങ്കിൽ എന്തായാലും ആ ട്രെയിലറിലൊക്കെ വരണ്ടേണ്. അതുപോലെ തന്നെ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു അപ്ഡേറ്റ് പീക്കിനെ കുറിച്ച് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ വരുമെന്ന് അറിയില്ല. ഒരു പക്ഷേ നമുക്ക് വരാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലൊക്കെ വരേണ്ടതായിരുന്നു. പക്ഷേ ഇതും വരും തോന്നുന്നില്ല. മിനി മാപ്പ് പോലൊക്കെ നമുക്ക് ലോബിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 7th ആനിവേഴ്സറിൻ്റെ ടൈമിലൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ വരാനും സാധ്യത കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴാണ് നമ്മൾ ഓൾഡ് പീക്കൊക്കെ ഇനി റിട്ടേൺ ആയിട്ട് വരാമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നെക്സ്റ്റ് ആനിവേഴ്സറി ടൈമിലൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ട്. നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റൂല. എങ്കിൽ പോലും ഈ ആനിവേഴ്സറി ടൈമിൽ വരാൻ സാധ്യത കാണുന്നില്ല. 0 ചാൻസ് ആണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നാളെ പെട്ടെന്ന് നമ്മൾ ഗറീനെ കൊണ്ടുവരുമെന്ന് അറിയില്ല. ഗറീൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്ക് ചെയ്യുന്ന ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസർ നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കും നമ്മളെ ഫിസ്റ്റ് സ്കിന്നെ കുറിച്ച്. നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ന്യൂവാല കിഡിലനാല ഫിസ്റ്റൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്കൊരു കിഡിലനാല ഒരു സ്കൈ ഡൈവ് സ്കിന്ന് വരുന്നുണ്ട്, ഒരു സ്കോഡ് സ്കൈ ഡൈവ് സ്കിന്ന്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഒന്നും വന്നില്ല, 2 ഐറ്റിനെ കുറിച്ച് അപ്ഡേറ്റ് വന്നില്ല. എങ്കിൽ പോലും നമുക്ക് മാക്സിമം ഈ മന്ത് തന്നെ വരാനാണ് സാധ്യത കാണുന്നത്. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടാണ് മാക്സിമം അപ്ഡേറ്റ് ചെയ്യുക ഫാസ്റ്റായിട്ട് തന്നെ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡ് മൂൺ ഇവൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതെപ്പോൾ വരുന്നതാണ് ചോദിക്കുന്നത്. ആഗസ്റ്റ് മന്തിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്കൻഡ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടവർക്ക് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആലൊരു കമൻറ്റ് നോക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് നമ്മുടെ FFWC 2025 ബണ്ടിൽ റിട്ടേൺ വരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനെക്കുറിച്ച് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് വരില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. വരാൻ സാധ്യതയുണ്ട്, വെയിറ്റ് ചെയ്യുക കേട്ടോ. നല്ല അപ്ഡേറ്റ് എന്നിട്ട് കിട്ടാനുള്ള അറിയിക്കുക. അപ്പോൾ അടുത്ത താലൊരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾഡ് ഫാക്ടറീസ് ഇനി എപ്പോൾ വരുന്നതാണ് ചോദിക്കുന്നത്. റിട്ടേൺ വരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും വരട്ടെ, റിട്ടേൺ ആയിട്ട് വരും. എങ്കിൽ പോലും നമ്മൾ ആനിവേഴ്സറി ഇവൻ്റ് ഒക്കെ നമ്മൾ ഇൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആനിവേഴ്സറി ഇവൻ്റ് ഇൻഡാൻ പോകുന്ന ഏകദേശം ജൂലൈ മന്ത് 26 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 26 ഒക്കെ ആവുന്ന ടൈമിൽ നമ്മൾ ഓൾഡ് പീക്ക് പഴയതുപോലെ തന്നെ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ബ്ലൂ ലോക്ക് ഇവൻ്റാണ് നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും കളി ഫാക്റ്റിൻ്റെ മുകളിൽ ഉണ്ടോ എന്ന് അറിയില്ല, നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾഡ് പീക്ക് ഓക്കെ, ഓൾഡ് പീക്കല്ല ഓൾഡ് ഫാക്ടറി വരും കേട്ടോ. നെക്സ്റ്റ് ആലെ കമൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ടീഷർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ വൈറ്റ് ടീഷർട്ടിനെ കുറിച്ചിട്ടാണ്. നല്ല അപ്ഡേറ്റ് തന്നെയാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയുള്ളത്. നമ്മൾ FFൽ നാളെ വരാൻ പോകുന്ന ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലാക്ക് ടീഷർട്ട് ആൻഡ് വൈറ്റ് ടീഷർട്ട് നമ്മുടെ FFലേക്ക് തിരിച്ച് വന്നേക്കാന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വൈറ്റ് ടീഷർട്ട് ബ്ലാക്ക് ടീഷർട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്കാരാണ് മാക്സിമം ഡയമണ്ട് കാലൊക്കെ സേവ് ചെയ്തോ. എങ്കിൽ പോലും ഒരു കൺഫേം ആയ അപ്ഡേറ്റ് വന്നിട്ടില്ല. വരും ദിവസം തന്നെ നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ ആയിട്ട് വരാണെങ്കിൽ വരും ദിവസം തന്നെ ഇതിനെക്കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ചാനലിൽ നമ്മളെ സെക്കൻഡ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ നമ്മൾ FFലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാമെന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാമെന്ന ഐറ്റത്തിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ ഈ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലൊക്കെ മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ തന്നെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊടുക്കുന്ന നമ്മളെ 2 ചാനൽ കേട്ടോ. അപ്പോൾ ഗെയിമിംഗ്
വിത്ത് മലയാളി ബ്രോ എന്ന് നമ്മുടെ ഫസ്റ്റ് ചാനലാണ്. അതുപോലെ തന്നെ മലയാളി ബ്രോ ഒറിജിൻ നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഇപ്പോൾ 2 ചാനലാണ് റെഗുലറായിട്ട് വീഡിയോ വരുന്നത്. അപ്പോൾ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 2 ചാനൽ റെഡിങ് കൂടും ഡെയിലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു കിഡിലെ നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. Yeah.